നമസ്കാരം. ഇന്ന് കപ്പ കൊണ്ടുള്ള ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത്. അതായത് കപ്പ വേവിക്കുകയാണ്. ഈ കപ്പ നമുക്ക് ഇത് പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് അരിഞ്ഞെടുക്കണം. ഇത് ചെറുതായി അരിഞ്ഞെടുത്തോണ്ട് വരും. അരിഞ്ഞെടുത്തതിന് ശേഷം കഴുകി ക്ലീനാക്കി ശേഷം ഞാൻ കാണിച്ചു തരാം. ഇതേമാതിരി ചെറുതായി അരിഞ്ഞെടുക്കുക. ഉണ്ടല്ലോ, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കേണ്ടത്. കപ്പ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്ത് കപ്പ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു ചരുവത്തിൽ അരച്ചരുവം വെള്ളം ഒഴിച്ചു വെക്കുക. ഇത് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളയ്ക്കേണ്ടതുണ്ട് വെള്ളം. അതിനുശേഷം ഈ കപ്പ ഇട്ട് കൊടുക്കാം. കപ്പയ്ക്ക് വെള്ളം വെച്ചിരുന്നു. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഈ തിളച്ച വെള്ളത്തിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. ഈ സമയം നമുക്ക് കപ്പ വെന്തോന്ന് നോക്കാം. കപ്പ നന്നായി തിളച്ചിട്ടുണ്ട്. വെന്തോന്ന് നോക്കാം. സ്വല്പം കൂടെ വേകാനുണ്ട്. വെന്ത ശേഷം നമുക്ക് ഊറ്റിയിടേണ്ടതുണ്ട്. വെള്ളം കളയേണ്ടതുണ്ട്. ഇതിനെ അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. കാന്താരിമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് എടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ജീരകം എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, ചുവന്നുള്ളി, തേങ്ങ, കൂടെ കറിവേപ്പിലയുടെ 2 തണ്ടും എടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി ഞാനൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ. ഈ കപ്പ ഊറ്റി അതിലേക്ക് അരപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇത് സ്വല്പ നേരം ഇവിടെ ഇരുന്ന് ഇതൊന്ന് പറ്റട്ടെ. ഈ അരപ്പ് ഈ കപ്പയിലൊന്ന് പിടിക്കട്ടെ. അതിനുശേഷം കാണിക്കും. നമ്മൾ അരച്ചത് ഇട്ട് ഞാൻ വെച്ചിരുന്നല്ലോ. അത് അരച്ചതിൻ്റെ അകത്ത് ഉപ്പിട്ടിരുന്നു. ഉപ്പിടുന്ന കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. അതിൻ്റെ അകത്ത് ഞാൻ ഉപ്പിട്ടിരുന്നു. ഇനിയും നമുക്ക് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യേണ്ടതുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. കപ്പ മിക്സ് ചെയ്ത് റെഡിയായി. ഈ കപ്പ നമുക്ക് ഒരു മീൻ കറിയോടൊപ്പം കഴിക്കാം. അതിനായി ഞാൻ ഒരു മീൻ കറി കൂടെ തയ്യാറാക്കുന്നുണ്ട്. ഞാൻ മീൻ കറിക്ക് വേണ്ടി ഈ മീനാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഞങ്ങളുടെ ഇവിടെ പറയുന്നത് കിളി മീനെന്നാണ്. നിങ്ങളുടെ ഇവിടെ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഈ മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് 1/2 കിലോ മീൻ മേടിച്ചതായിരുന്നു. ഇത് ക്ലീനാക്കി വന്നപ്പോൾ ഏകദേശം ഒരു 300 ഗ്രാം മീൻ കാണും. ഇതൊന്ന് കറി വയ്ക്കാം. ഇതിനാവശ്യമായ ചേരുവകൾ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. മസാലകൾ: കാശ്മീരി ചില്ലി പൗഡർ ഏകദേശം 3 സ്പൂണോളം എടുത്തിട്ടുണ്ട്. 2 സ്പൂണ് സാധാരണ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണ് ഉലുവപ്പൊടി കൂടെ എടുക്കണം. പിന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പും പുളിയും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ച് കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടിയിട്ടുണ്ട്. കടുകിലേക്ക് എണ്ണയിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എണ്ണയിൽ കിടന്നത് വഴന്ന്
വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചി എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് ഫ്ലെയിം തീരെ താത്ത് വെച്ച ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു. ഇതിപ്പോൾ പച്ചമുളകെല്ലാം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിയും ഉപ്പും കൂടെ ഉള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. പുളി ഉൾപ്പെടെ ഒഴിക്കാം. വീണ്ടും നന്നായി ഒന്ന് ഇളക്കാം. ശേഷം അരപ്പെല്ലാം മിക്സ് ആയതിനു ശേഷം വീണ്ടും പച്ചവെള്ളം. ഈ സമയം കുറച്ച് കറിവേപ്പിലയും മണ്ണിട്ട് കൊടുക്കാം. നമുക്ക് ഈ അരപ്പ് തയ്യാറാക്കിയതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം മീനിട്ട് കൊടുക്കാം. അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. മീനിട്ട് കൊടുത്തിട്ടുണ്ട്. അടച്ചു വയ്ക്കാം. മീൻകറി ഇവിടെ തിളച്ച് റെഡിയായി. ഈ സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, പച്ച വെളിച്ചെണ്ണ. അതോടൊപ്പം 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി ഒന്ന് അടച്ചു വയ്ക്കാം. 2 മിനിറ്റ് ഇവിടെ അടച്ചിരിക്കട്ടെ. ഈ സമയം ഉപ്പും പുളിയും വേണമെന്ന് നോക്കിയിട്ട് ഇല്ല എങ്കിൽ ഇട്ട് കൊടുക്കാം. കപ്പയും മീൻകറിയും റെഡിയായി. കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, കമൻറ്റ് ചെയ്യുക പ്രതീക്ഷിക്കുന്നു. തുടർന്ന് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെ സഹകരണം ആവശ്യമാണ്. അടുത്ത ഒരു വീഡിയോയിൽ കൂടുതൽ വിഭവങ്ങളുമായി വരുന്നതാണ്. Thank you.